ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഓരോ ദിവസത്തെ ടോക്കിലും വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ വചനം നാം കൂടുതലായി ധ്യാനിക്കേണ്ട കാലഘട്ടമാണിപ്പോൾ. നമ്മൾ നമ്മുടെ റോൾ മോഡലായി യേശുവിനെയാണ് നോക്കേണ്ടത്. മറ്റാരെയും നമ്മൾ നോക്കുകയോ അനുകരിക്കുകയോ ചെയ്യരുത്. യേശു മാത്രമായിരിക്കണം നമ്മുടെ വഴികാട്ടി, ഏക ആശ്രയം. ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ അറിവുകളും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. നമ്മൾ വചനം വായിച്ച് ധ്യാനിച്ച് സ്വന്തമാക്കണം. ഇന്ന് രാവിലെ ഞാനൊരു വൈദികൻ്റെ ടോക്ക് കേൾക്കാനിടയായി. എല്ലാവർക്കും സുപരിചിതനായ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വൈദികനാണ് അദ്ദേഹം. ഒരു കുട്ടിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര വിക്കുണ്ടായിരുന്നു. അതുമൂലം ആ കുട്ടി സ്കൂളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഈ കാരണം കൊണ്ട് അവരുടെ വീട്ടിലുള്ളവരെല്ലാം ഭയങ്കര വിഷമത്തിലായിരുന്നു. ആ സമയത്താണ് അച്ഛൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ടോക്ക് കേട്ട ഒരു സഹോദരി ആ വീട്ടുകാരോടും കുട്ടിയോടും വചനം ദിവസവും വായിക്കാൻ ആവശ്യപ്പെട്ടത്. അവരും അതുപോലെ ചെയ്തു. കുറച്ചുനാൾ വചനമൊക്കെ വായിച്ച് അവരത് നിർത്തി. പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ വിക്ക് ഇല്ലാതായത് അവർക്ക് മനസ്സിലായത്. അന്നേരമാണ് അവർ ആ പ്രാർത്ഥിച്ച വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലായത്. പ്രിയമുള്ളവരെ, വചനം വായിച്ച് ധ്യാനിച്ച ഒരാൾ പോലും നിരാശപ്പെട്ടതായി ചരിത്രം പറയുന്നില്ല. ഓരോ ദിവസവും നിങ്ങൾ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വൈദികരുടെ ടോക്കുകൾ കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരം പിടിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകും. സാത്താന് നമ്മൾ അവസരം കൊടുക്കരുതെന്നാണ് വചനം പറയുന്നത്. പ്രാർത്ഥനയില്ലാത്ത വ്യക്തികൾ, അങ്ങനെയുള്ള കുടുംബങ്ങൾ സാത്താൻ്റെ സ്വന്തമാണ്. സാത്താൻ അവിടെ കയറി ഭരിക്കും. നമ്മുടെ കൈവിട്ട് എല്ലാം പോകും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ജാഗരൂകരായിരിക്കണം. സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന മക്കളുള്ള മാതാപിതാക്കൾ കണ്ണുനീരോടെ മക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലിയും വചനം ധ്യാനിച്ചും നന്നായി പ്രാർത്ഥിക്കണം. മക്കളുടെ അടുത്തേക്ക് സാത്താൻ അടുക്കാതിരിക്കാൻ സംരക്ഷണം കൊടുത്ത് പ്രാർത്ഥിക്കണം. ഞാൻ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. ജപമാലയെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് വചനം തിരഞ്ഞെടുത്ത് 33 പ്രാവശ്യം ജപമാല മണിയിൽ പ്രാർത്ഥിക്കും. ഒരു ദിവസം 10 വചനമെടുത്ത് 3 മാസത്തോളം നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാൽ വേറെ 10 വചനമെടുത്ത് അടുത്ത നിയോഗം സമർപ്പിച്ച് 3 മാസം പ്രാർത്ഥിക്കും. ഈ രീതിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായും ഇതിനുള്ള ഉത്തരം കർത്താവ് തന്നിട്ടുമുണ്ട്. നിങ്ങളും ഇതുപോലെ പ്രാർത്ഥിച്ചു നോക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.